ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCERT 5th കയ്യെത്തും ദൂരത്ത് ആകാശം എന്ന ചാപ്റ്ററിൻ്റെ ബാക്കിയാണ് കേട്ടോ. ഓക്കെ, വേട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് ഈ വേട്ടക്കാരൻ എന്ന് പറയുന്ന ഒരു നക്ഷത്രം. അത് കാണപ്പെടുന്നത് ഡിസംബർ മാസത്തിലാണ്. ഏത് ചക്രവാളത്തിലാണ്? കിഴക്കൻ ചക്രവാളത്തിലാണ്. ഓറിയോൺ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അടുത്തത് സപ്തർഷികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 നക്ഷത്രങ്ങൾ കൂടി ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സപ്തർഷികൾ എന്ന് പറയുന്നത്. ദൂരദർശിനിയുടെ സഹായമില്ലാതെ കാണാൻ പറ്റുന്ന നക്ഷത്രക്കൂട്ടമാണ് ഏത്? സപ്തർഷികൾ കാണപ്പെടുന്ന മാസം ഏപ്രിൽ മാസത്തിലാണ്. വടക്കൻ ചക്രവാളത്തിലാണ് സപ്തർഷികൾ കാണപ്പെടുന്നത്. ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട്. വലിയ തവി അല്ലെങ്കിൽ ബിഗ് ഡിപ്പർ എന്നൊക്കെ അറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? സപ്തർഷികൾ തന്നെയാണ്. അർസ മേജർ എന്ന നക്ഷത്രഗണത്തിൻ്റെ ഭാഗമാണ് സപ്തർഷികൾ. ഏത് നക്ഷത്രഗണമാണ്? അർസ മേജർ എന്ന നക്ഷത്രഗണത്തിൻ്റെ ഭാഗമാണ് ഏത്? സപ്തർഷികൾ. ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണ്? K-STAR-ഉം സ്റ്റെല്ലേറിയം. ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഏതെല്ലാമാണ്? K-STAR, സ്റ്റെല്ലേറിയം. ഇനി എന്താണ് ബഹിരാകാശ നിലയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ബഹിരാകാശത്ത് നിന്ന് തന്നെ നിരീക്ഷണങ്ങൾ നടത്താനും പരീക്ഷണങ്ങൾ ചെയ്യാനും ഒരുക്കിയിട്ടുള്ള പരീക്ഷണശാലയാണ് ഏത്? ബഹിരാകാശ നിലയങ്ങൾ. ബഹിരാകാശത്ത് നിന്ന് തന്നെ നിരീക്ഷണങ്ങൾ നടത്താനും പരീക്ഷണങ്ങൾ ചെയ്യാനും ഒരുക്കിയ പരീക്ഷണശാലയാണ് ബഹിരാകാശ നിലയം. ബഹിരാകാശ നിലയങ്ങളിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അവിടെ വായുവില്ല, ഭക്ഷണമില്ല, ആകർഷണ ഫലം അനുഭവപ്പെടാത്തതിനാൽ ഭാരമില്ല, ചലിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെയാണ് ബഹിരാകാശ നിലയങ്ങളിലെ പ്രശ്നങ്ങൾ. ഇത് മറികടക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? വായു നിറച്ച സിലിണ്ടറുകൾ ഉപയോഗിക്കുക, ബഹിരാകാശത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഭക്ഷണങ്ങൾ കൊണ്ടുപോകുക, സ്പേസ് സ്യൂട്ടുകൾ ധരിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.